കോടികളൊഴുക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടം കൊയ്യാനൊരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ. 23,000 വാർഡുകളിൽ മത്സരിച്ച് 10,000 വാർഡുകൾ വിജയിക്കാനാകുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുള്ളത്. 400 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കും. 25 നഗരസഭകളിൽ ഭരണം നേടാനാകുമെന്നാണ് ആത്മവിശ്വാസം. തിരുവനന്തപുരം നഗരസഭയിൽ 100-ൽ 71 വാർഡുകൾ വിജയിക്കാനാണ് ഒരുക്കം. മിഷൻ 71. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയ കോർപ്പറേഷൻ വാർഡുകൾ പിടിക്കും. തിരുവനന്തപുരം നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് നിയന്ത്രിക്കും. പണമൊഴുക്കി അധികാരം പിടിക്കാനുള്ള ഒരുക്കമാണ്. ഓരോ പഞ്ചായത്ത് ഏരിയ അടിസ്ഥാനത്തിൽ ഒരു മുഴുവൻ സമയ ചുമതലക്കാരനെ നിയോഗിക്കും. ഫുൾ ടൈമറിന്റെ ശമ്പളം മാസം 30,000 രൂപ. വിജയസാധ്യതയുള്ള പഞ്ചായത്ത് വാർഡുകൾക്കെല്ലാം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഫണ്ട് നൽകും. ഭരണം കിട്ടാൻ സാധ്യതയുള്ള പഞ്ചായത്തിന് 10 ലക്ഷം രൂപ അധികമായി നൽകും. നഗരസഭാ വാർഡുകളിൽ 5 മുതൽ 10 ലക്ഷം വരെ നൽകും. കോർപ്പറേഷൻ വാർഡുകളിൽ 10 മുതൽ 20 ലക്ഷം വരെയാണ് ഫണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ നിയമസഭയിൽ നേട്ടമുണ്ടാക്കാനാകൂ എന്ന വിലയിരുത്തലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമുള്ളത്. കാരണം BJPക്ക് അനുകൂലമായ പൊതുബോധം ഉണ്ടോ എന്ന വിലയിരുത്തലാകും തദ്ദേശ തെരഞ്ഞെടുപ്പ്. പ്രവർത്തനങ്ങൾക്കും ഏകോപനത്തിനുമായി BJPയുടെ പഴയ സംസ്ഥാന ഓഫീസ് വാർ റൂമാക്കുകയാണ്. 25-അംഗ മീഡിയ ടീമും 60-അംഗ സോഷ്യൽ മീഡിയ സംഘവും 100ഓളം പേർ അടങ്ങുന്ന കോൾ സെന്ററും തയ്യാറാവുകയാണ്. 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ശമ്പളം നൽകി റിക്രൂട്ട് ചെയ്താണ് പ്രൊഫഷണൽ ടീം ഉണ്ടാക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.